ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതു മുതൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിയെടുക്കുന്നുണ്ട്. US നഗരങ്ങളിൽ കുടിയേറ്റക്കാരുടെ വ്യാപകമായ റെയ്ഡുകൾ നടക്കുന്നു. ഇതിനിടയിൽ നെബ്രാസ്കയിൽ 5 ഇന്ത്യൻ അമേരിക്കക്കാരെ സെക്സ് ട്രാഫിക്കിംഗ്, വിസ ഫ്രോഡ്, മണി ലോണ്ടറിംഗ് എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി US അറ്റോർണി ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കെൻ എന്ന് വിളിക്കുന്ന കെൻഡകുമാർ ചൗധരി, ഫാൽഗുനി എന്നറിയപ്പെടുന്ന രശ്മി അജിത് സമാനി, അമിത് പ്രഹ്ലാദ് ഭായ് ചൗധരി, മാറ്റ് എന്ന വിളിപ്പേരുള്ള അമിത് ബാബുഭായ് ചൗധരി, മഹേഷ് കുമാർ ചൗധരി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്ക് നെബ്രാസ്കയിൽ നിരവധി ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പുകൾ നടന്നതെന്ന് പ്രോസിക്യൂട്ടർമാർ പറയുന്നു. ഈ ഹോട്ടലുകളിൽ നിന്ന് വലിയ തോതിലുള്ള പണം നിയമവിരുദ്ധമായി സമ്പാദിച്ചു എന്ന് സ്റ്റേറ്റ് അറ്റോർണി ലെസ്ലി വുഡ്സ് പറഞ്ഞു. ഏകദേശം $5,65,000 മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ബാലവേലയും സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളും ഈ ഹോട്ടലുകളിൽ ഉണ്ടായിരുന്നു. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പോലും മണിക്കൂറുകളോളം ജോലി ചെയ്യിപ്പിച്ചു. വൃത്തിയില്ലാത്തതും സുരക്ഷിതമല്ലാത്തതുമായ ഹോട്ടലുകളിലാണ് കുട്ടികളെ താമസിപ്പിച്ചത്. അവർക്ക് തുച്ഛമായ ശമ്പളമാണ് നൽകിയിരുന്നത്, അല്ലെങ്കിൽ ശമ്പളം കൊടുത്തിരുന്നില്ല എന്ന് വേണം പറയാൻ. ഇങ്ങനെ കുട്ടികളെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്ന ഒരു വലിയ ശൃംഖല തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് കോടതി രേഖകൾ പറയുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ ആളുകൾ നിലത്ത് ഉറങ്ങുന്നതും പാറ്റകൾ അവരുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു പോകുന്നതും കണ്ടുവെന്ന നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. യു വിസ ദുരുപയോഗം ചെയ്തെന്നും ആരോപണമുണ്ട്. യു വിസ എന്നാൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരെ സഹായിക്കുന്ന ഒരു വിസയാണ്. ഇരയായ വ്യക്തി അന്വേഷണത്തിൽ ലോ എൻഫോഴ്സ്മെന്റിനെ സഹായിക്കണം. പ്രോസിക്യൂട്ടർമാർ പറയുന്നത് പ്രതികൾ ഇന്ത്യയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാണ്. പല ഹോട്ടൽ ജീവനക്കാരും അരിസോണ അതിർത്തി കടന്ന് US എത്തിയിട്ടുണ്ട്. അവരോട് പ്രതികളുടെ ഹോട്ടലുകളിൽ താമസിക്കാനാണ് ബോർഡർ ഒഫീഷ്യൽസ് പറഞ്ഞിരുന്നത്. നെബ്രാസ്കയിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് കുടിയേറ്റക്കാരെ മാറ്റിയത് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നും പറയുന്നു. ഓരോ തിരിച്ചറിയൽ രേഖകൾക്കും ഏകദേശം $1,000 ആയിരുന്നു ചിലവ്. വ്യാജരേഖകൾ ഉണ്ടാക്കി ഡ്രൈവേഴ്സ് ലൈസൻസ് സ്വന്തമാക്കാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. ഈ സംഘം എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് നോക്കാം. ഈ കേസിൽ 10 കുട്ടികളെയും 17 മുതിർന്നവരെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെല്ലാം വളരെ മോശം സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. കുട്ടികളെ കൊണ്ട് ദിവസവും കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ചു. അവർക്ക് ശമ്പളം നൽകിയിരുന്നില്ല. ഇരകൾ നിലത്ത് പാറ്റകൾ നിറഞ്ഞ മുറികളിലാണ് ഉറങ്ങിയിരുന്നത്. ഹോട്ടൽ മുറികൾ വൃത്തിയില്ലാത്തതും ആരോഗ്യത്തിന് ഹാനികരമായതുമായിരുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ലൈംഗികമായി ചൂഷണം ചെയ്തു. ഹോട്ടൽ ജീവനക്കാർ ഇതിൽ പങ്കാളികളായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ ഹോട്ടലുകൾ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്നാണ് പറയുന്നത്. അമിതമായി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ ഒരു ഹോട്ടലിൽ നാർക്കൻ, അതായത് മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ ഉപയോഗിക്കുന്ന മരുന്ന് ഫ്രണ്ട് ഡെസ്കിൽ സൂക്ഷിച്ചിരുന്നു. പടികളിൽ ഉപേക്ഷിക്കപ്പെട്ട മയക്കുമരുന്ന് കുത്തിവെക്കുന്ന സിറിഞ്ചുകൾ കാണാമായിരുന്നു. പാർക്കിംഗ് സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗം പതിവായിരുന്നു എന്ന് ചിലർ ഓൺലൈനിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് നടത്തുന്നവരെ ഹോട്ടൽ ഉടമകൾ സംരക്ഷിച്ചിരുന്നതുപോലെ മയക്കുമരുന്ന് കച്ചവടക്കാരെയും അവർ സംരക്ഷിച്ചെന്നാണ് ആരോപണം. 2022 ഇപ്പോൾ പിടിയിലായവരിൽ ഒരു പ്രതി ബ്രോ ആൻഡ് ലാഷ് എന്ന സ്ഥാപനത്തിൽ കവർച്ച നാടകം നടത്തിയിരുന്നു. മറ്റൊരു പ്രതിക്ക് യു വിസ ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. യു വിസ എന്നത് യഥാർത്ഥ ഇരകൾക്ക് ലഭിക്കേണ്ടതാണ്. കുറ്റകൃത്യത്തിന് ഇരയായവരെ സഹായിക്കുന്നതിനാണ് ഈ വിസ നൽകുന്നത്. ഈ സംഘം ആളുകളെ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഹോട്ടൽ ജീവനക്കാർ മുൻപ് നിയമവിരുദ്ധമായി അരിസോണ അതിർത്തി കടക്കുകയായിരുന്നു. ശേഷം അവരെ പ്രതികളുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മൈഗ്രന്റുകളെ നെബ്രാസ്കയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് കൊണ്ടുപോയി വ്യാജ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഉണ്ടാക്കി. ഓരോ വ്യാജ തിരിച്ചറിയൽ കാർഡിനും ഏകദേശം $1,000 ആയിരുന്നു വിലയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പോലീസ് നടപടി തുടങ്ങുന്നത് 2025 ഓഗസ്റ്റ് 12-നായിരുന്നു. പോലീസ് 14 വ്യാപാര സ്ഥാപനങ്ങളിലും 2 വീടുകളിലും തിരച്ചിൽ നടത്തി. ഒമാഹ മെട്രോ ഏരിയയിലെ 4 ഹോട്ടലുകളിലും നിരവധി ബ്രോ ആൻഡ് ലാഷ് സ്ഥാപനങ്ങളിലും റെയ്ഡുകൾ നടത്തി. FBI, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി, IRS ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, US മാർഷൽ സർവീസ്, ഒമാഹ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, നെബ്രാസ്ക സ്റ്റേറ്റ് പെട്രോൾ തുടങ്ങിയ ഏജൻസികൾ ഈ ഓപ്പറേഷനിൽ പങ്കാളികളായി. $5,65,000 പണം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അന്വേഷണം നടക്കുന്ന ഹോട്ടലുകൾ വിൽക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും തടയാൻ അധികൃതർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കണ്ടുകെട്ടിയ മയക്കുമരുന്നുകളുടെ അളവ് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. ഈ കേസ് നിലവിലെ ഭരണകൂടത്തിന്റെ കീഴിൽ നടക്കുന്ന കുടിയേറ്റ നിയമ നടപടികളുടെ ഭാഗമാണ്. ഇതിന്റെ ഭാഗമായി പല നഗരങ്ങളിലും കുടിയേറ്റക്കാർക്കെതിരെയുള്ള റെയ്ഡുകൾ വർദ്ധിച്ചു വരികയാണ്. വിസ അപേക്ഷകളുടെ പരിശോധന ശക്തമാക്കി. കുടിയേറ്റ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷകൾ കഠിനമാക്കിയിട്ടുണ്ട്. നെബ്രാസ്ക കേസ് സമീപ മാസങ്ങളിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ മനുഷ്യക്കടത്ത് ഓപ്പറേഷനുകളിൽ ഒന്നാണ്. ഇത് ദുർബലരായ കുടിയേറ്റക്കാരെ ചൂഷണം ചെയ്യുന്നതും ഇരകളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള കുടിയേറ്റ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതും എടുത്തു കാണിക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.